ഏയ് ഒന്നുമില്ല. അത് വെറുതെ എന്തോ കാര്യമായ പ്രയാസമുണ്ട്. താനതില്ല എന്ന് പറഞ്ഞാലും ഈ മുഖത്ത് ആ സങ്കടം തെളിഞ്ഞു കാണുന്നു. എന്താ വിഷയം? ആരാണ് എന്റെ ജാനകിക്കുട്ടിയെ വിഷമിപ്പിച്ചത്? ജാനകി, എന്താണോ താനെന്താ ഇങ്ങനെ കൊച്ചുകുട്ടികളെ പോലെ? താൻ കാര്യം എന്താണെന്ന് പറ ജാനകി. അഭിഷേക് എന്നെ വല്ലാതെ തെറ്റിദ്ധരിച്ചിരിക്കുക മഹിയേട്ട. അവനെന്ത് പറഞ്ഞു? അവനെന്തിനാ തന്നെ തെറ്റിദ്ധരിക്കുന്നത്? ഞാൻ ദേവികയുടെ അമിത സ്നേഹം കാണിക്കുകയാണെന്ന്. ദേവികയോട് സ്നേഹം കൂടിപ്പോയതുകൊണ്ടാ ഞാൻ അഞ്ജിതയോട് വേർതിരിവ് കാണിക്കുന്നതെന്ന്. അഞ്ജിതയെ ഞാൻ വിഷമിപ്പിക്കുകയാണ് പോലും. അഞ്ജിതയെ ഞാൻ ഒരിക്കലും വിഷമിപ്പിച്ചിട്ടില്ല മഹിയേട്ട. തെറ്റുകൾ കണ്ടപ്പോ ഞാൻ ശാസിച്ചിട്ടുണ്ട്. ഇപ്പോഴും ഞാൻ അവളെ ശാസിച്ചു. എന്റെ മകളായാലും ഞാൻ അതേ ചെയ്യൂ. അതിന് കാര്യം തിരിച്ചറിയാതെ അഭി എന്നെ കുറ്റപ്പെടുത്തിയത്. ഇപ്പൊ എന്താ സംഭവിച്ചത്? എല്ലാവരും ഒറ്റക്കെട്ടായി എപ്പോഴും അഞ്ജിതയെ പ്രയാസപ്പെടുത്തുന്നത് അതത്ര നല്ലതല്ല. അത് പൊറുക്കാനാവാത്ത തെറ്റാ. എന്തായാലും ഇതിനൊക്കെ വല്യമ്മ കൂടി ഒത്താശ ചെയ്ത് നിൽക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. താനതൊന്നും കാര്യമാക്കണ്ട. താൻ എപ്പോഴും ശരിയുടെ ഭാഗത്തല്ലേ നിൽക്കാറ്. അതിവിടെ ആർക്കാ അറിയാത്തത്? അഞ്ജിതയോടുള്ള സ്നേഹ കൂടുതലുണ്ടായിരിക്കും അഭി അങ്ങനെ തെറ്റിദ്ധരിച്ചത്. പുതുമോടിയല്ലേ, പിള്ളേർക്ക് അങ്ങനെയൊക്കെ തോന്നും. താനൊന്ന് ക്ഷമിക്കടോ. തന്നെ തെറ്റിദ്ധരിച്ചത് ശരികേടായിരുന്നെന്ന് അഭി താനെ തിരിച്ചറിഞ്ഞോളൂ. അപ്പോ അവൻ തന്നോട് വന്ന് മാപ്പ് പറയും. താൻ നോയി. നമ്മുടെ സ്കൂളിലെ 1000-ഓളം കുട്ടികളെ അവരുടെ സ്വഭാവ സവിശേഷതകൾക്കനുസരിച്ച് നിയന്ത്രിക്കുന്ന തനിക്കാണോ? സ്വാമിയച്ച, ഇവിടെ എല്ലാരും ഉണ്ട്. ഞാൻ കാണിക്കാം. നമസ്കാരം. നമസ്കാരം. എവിടെ സിദ്ധുവിനെ ഒന്ന് കാണിച്ചേ. ഹായ്. കുട്ടനെ വ്യക്തമായി കാണാമോ? ഉവ്വ് കാണാം. കുട്ടന് ഞാൻ പറയുന്നത് കേൾക്കാമോ? കുട്ടന് സുഖമാണോ? സുഖ. കുട്ടനോട് ഞാൻ 1-2 കാര്യങ്ങൾ ചോദിക്കട്ടെ? ചോദിച്ചോ. സിദ്ധുവിനെ കണ്ടിട്ടും സംസാരിച്ചിട്ടും എനിക്കിപ്പോ വളരെ പോസിറ്റീവായിട്ടാ തോന്നുന്നത്. സിദ്ധുവിന് നല്ല പുരോഗതി കാണുന്നുണ്ട്. സ്വാമിയച്ച, ഞാൻ പറഞ്ഞില്ലേ, കുട്ടൻ ഇടയ്ക്കിടയ്ക്ക് കുറെ തവണ ഓർമ്മ തിരിച്ചു കിട്ടിയതാ. പക്ഷെ കിട്ടുന്ന ഓർമ്മകളൊക്കെ അപ്പൊ തന്നെ കുട്ടനിൽ നിന്നും നഷ്ടപ്പെട്ടു പോകുന്നു. അതെല്ലാം പെട്ടെന്ന് തന്നെ മറന്നു പോവാ. ഓർമ്മകൾ ഇടയ്ക്കിടെ തിരികെ കിട്ടുന്നുണ്ടല്ലോ, അതൊരു നല്ല ലക്ഷണമാണ്. ഇപ്പോ മറന്നു പോകുന്നതിനെ കുറിച്ച് ചിന്തിക്കണ്ട. പതിയെ പതിയെ കിട്ടുന്ന ഓർമ്മകൾ ഉറച്ചു നിൽക്കുന്ന സ്ഥിതി ഉണ്ടാവും. ഏതായാലും ഇത് നല്ലൊരു ഡെവലപ്മെന്റാ. അസുഖം പൂർണ്ണമായും ഭേദമാകുന്നതിനായി ഇനി ഒരുപാട് നാൾ കാത്തിരിക്കേണ്ടി വരുമോ സ്വാമിയച്ച? ഏയ്, അധികം കാത്തിരിക്കേണ്ടിയൊന്നും വരില്ല. ഏറെ വൈകാതെ തന്നെ സിദ്ധുവിൻ്റെ അസുഖമൊക്കെ മാറി പഴയ സിദ്ധുവായി തിരികെ വരും. വെളുത്തവാവ് അടുത്തു വരികയാണ്. ഈ വരുന്ന വെളുത്തവാവ് ദിവസം ഞാൻ എങ്ങനെയും ആ മനോരഞ്ജിത പുഷ്പം അവിടേക്ക് എത്തിക്കാം. ഒരിക്കൽ കൂടി നമുക്ക്
മനോരഞ്ജിത പുഷ്പം വെച്ച് മരുന്ന് തയ്യാറാക്കിയേക്കാം. അതുകൂടി ഔഷധമായി സേവിച്ചു കഴിഞ്ഞാൽ സിദ്ധുവിന്റെ രോഗം പൂർണ്ണമായും ഭേദപ്പെടും. ദൈവം അനുഗ്രഹിച്ചാൽ 2 ആഴ്ചയ്ക്കുള്ളിൽ നമുക്ക് സിദ്ധുവിനെ പഴയ നിലയിൽ എത്തിക്കാൻ സാധിക്കും. ഇനിയിപ്പോ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് വിളിച്ചോളാം. ശരി സ്വാമിയച്ച. ശരി ശരി. മഹേട്ടാ, സിദ്ധു, നിന്റെ അസുഖം ഭേദമാകാൻ പോകുന്നടാ. എനിക്ക് ഋഷിയുടെ കുറച്ച് സമയം വേണം. എനിക്ക് സംസാരിക്കാൻ തോന്നുമ്പോ ഋഷിയെ കിട്ടിയില്ലെങ്കിൽ പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ? എനിക്ക് ഋഷിയോട് ഇപ്പൊ സംസാരിക്കണം. സംസാരിച്ചേ തീരൂ. ഗോപു, ചില അത്യാവശ്യ ഫയലുകൾ എനിക്ക് ഒപ്പിടാനുണ്ട്. അത് വായിച്ചു നോക്കി വേണം ഒപ്പിടേണ്ടത്. അതിന് ഇത്തിരി സമയമെടുക്കും. അത് കഴിഞ്ഞാൽ ഉടനെ വിളിക്കാം. പറ്റില്ല. കോള് കട്ട് ചെയ്താൽ ഞാൻ പിടങ്ങും. ഋഷേട്ടാ, ഇതൊക്കെ ഇപ്പൊ തന്നെ ഒപ്പിട്ട് കൊടുക്കേണ്ട ഫയലുകളാ. കുറച്ചു കഴിഞ്ഞ് ക്ലയന്റ് മീറ്റിംഗ് ഉണ്ട്. അതിനുള്ള പേപ്പേഴ്സാ ഇത്. മീറ്റിംഗിന് മുൻപ് ഒപ്പിട്ട് കിട്ടണം. നമ്മുടെ പ്രോജക്ടിന്റെ ഫയൽസാ ഇത്. ഏട്ടൻ ഇതൊക്കെ വായിച്ചിട്ടുണ്ടായിരുന്നോ? നീ അതുങ്ങതാ, ഞാൻ ഒപ്പിട്ട് തരാം. ഗോപു, ഒന്ന് ഹോൾഡ് ചെയ്യ്.